നമസ്കാരം. പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവത്തെയും ഘടനയെയും കുറിച്ചുള്ള സമകാലീന ജ്യോതിശാസ്ത്ര ധാരണകളെ പൂർണ്ണമായും വെല്ലുവിളിക്കുന്ന ഒരു നിർണായക കണ്ടെത്തലുമായി എത്തിയിരിക്കുകയാണ് യേൽ സർവകലാശാലയിലെ ശാസ്ത്രജ്ഞർ. പ്രപഞ്ചത്തിലെ ഭൂരിഭാഗം ഗാലക്സികളുടെയും രൂപീകരണത്തിന് അത്യന്താപേക്ഷിതമാണെന്ന് കരുതപ്പെട്ട അദൃശ്യ പദാർത്ഥമായ ഡാർക്ക് മാറ്റർ ഒട്ടുമില്ലാത്ത മൂന്നാമതൊരു ഗാലക്സി കൂടിയാണ് ഇപ്പോൾ ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത്. ഭൂമിയിൽ നിന്ന് ഏകദേശം 67 ദശലക്ഷം പ്രകാശവർഷം അകലെ സ്ഥിതി ചെയ്യുന്ന NGC DF9 എന്ന കുള്ളൻ ഗാലക്സിയാണ് ഈ അപൂർവ പ്രതിഭാസമായി അടയാളപ്പെടുത്തിയിരിക്കുന്നത്. മുൻപ് ഇതേ പ്രത്യേകതകളോടെ കണ്ടെത്തിയ DF2, DF4 എന്നീ ഗാലക്സികളുടെ കൂട്ടത്തിലേക്കാണ് ഇപ്പോൾ DF9 കൂടി എത്തിയത്. എന്നാൽ ഈ കണ്ടെത്തലിനെ കൂടുതൽ വിസ്മയിപ്പിക്കുന്നത് മറ്റൊന്നാണ്. ഈ 3 ഗാലക്സികൾ ഉൾപ്പെടെ സമാന സ്വഭാവമുള്ള ആകെ 9 ഗാലക്സികൾ പ്രപഞ്ചത്തിൽ ഒരേ നേർരേഖയിൽ വിന്യസിക്കപ്പെട്ട നിലയിലാണ് ജ്യോതിശാസ്ത്രജ്ഞർ ദർശിച്ചിരിക്കുന്നത്. പ്രപഞ്ച ചരിത്രത്തിൽ ഇന്നേ വരെ ഡാർക്ക് മാറ്റർ ഇല്ലാത്ത ഗാലക്സികൾ ഇത്തരമൊരു നേർരേഖയിൽ കാണപ്പെട്ടിട്ടില്ലെന്ന് യേൽ ഗ്രാജുവേറ്റ് സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് സയൻസസിലെ ആസ്ട്രോഫിസിക്സ് PhD വിദ്യാർത്ഥിയും ഗവേഷകനുമായ മൈക്കേൽ കൈം വ്യക്തമാക്കുന്നു. പ്രശസ്തമായ ദി ആസ്ട്രോഫിസിക്കൽ ജേണൽ എന്ന ശാസ്ത്ര മാസികയിലാണ് ഈ വിപ്ലവാത്മകമായ പഠനത്തിൻ്റെ വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. പ്രപഞ്ചത്തിലെ ആകെ പിണ്ഡത്തിൻ്റെ ഭൂരിഭാഗവും നിർണ്ണയിക്കുന്നത് ഡാർക്ക് മാറ്റർ ആണെന്നാണ് പരമ്പരാഗത ശാസ്ത്രം വിശ്വസിക്കുന്നത്. ഗാലക്സികളുടെ വലിപ്പവും പ്രകാശവും കണക്കിലെടുക്കുമ്പോൾ ദൃശ്യമാകുന്ന പദാർത്ഥങ്ങളുടെ ഭാരത്തേക്കാൾ എത്രയോ മടങ്ങായിരിക്കും ഡാർക്ക് മാറ്റർ ഉൾപ്പെടുമ്പോഴുള്ള യഥാർത്ഥ പിണ്ഡം. എന്നാൽ DF9 ഗാലക്സിയിലെ നക്ഷത്രങ്ങളുടെ ഭ്രമണവേഗത അളന്ന ശാസ്ത്രജ്ഞർ അത്ഭുതകരമായ ചില വസ്തുതകളാണ് മനസ്സിലാക്കിയത്. ഈ ഗാലക്സിയുടെ ആകെ പിണ്ഡം ഏതാണ്ട് 10 കോടി സൂര്യന്മാരുടെ പിണ്ഡത്തിന് തുല്യമാണ്. ഇത് അവിടെയുള്ള ദൃശ്യമായ സാധാരണ ദ്രവ്യത്തിൻ്റെ മാത്രം ഭാരമാണ്. ഇവിടെ ഡാർക്ക് മാറ്ററിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ഗാലക്സിയുടെ പിണ്ഡം 1000 കോടി സൂര്യന്മാരുടെ പിണ്ഡത്തിന് തുല്യമാകേണ്ടതായിരുന്നു. ഈ വൻ വ്യത്യാസമാണ് പ്രസ്തുത ഗാലക്സിയിൽ ഇരുണ്ട ദ്രവ്യം അഥവാ ഡാർക്ക് മാറ്റർ ഒട്ടും തന്നെ ഇല്ല എന്ന നിഗമനത്തിൽ ഗവേഷകരെ കൊണ്ടുചെന്നെത്തിച്ചത്. പ്രസിദ്ധ ജ്യോതിശാസ്ത്രജ്ഞനായ പീറ്റർ വാൻ ഡോക്കും നയിച്ച ഗവേഷക സംഘമാണ് ഹവായിയിലെ പ്രശസ്തമായ WM കെയ്ക്ക് ഒബ്സർവേറ്ററിയിലെ കോസ്മിക് വെബ് ഇമേജർ ഉപയോഗിച്ച് DF9 നിന്നുള്ള മങ്ങിയ പ്രകാശകിരണങ്ങളെ സൂക്ഷ്മമായി വിശകലനം ചെയ്തത്. പ്രാരംഭഘട്ടത്തിൽ ഇതൊരു ഭീമാകാരമായ ബ്ലാക്ക് ഹോൾ ആയിരിക്കാമെന്ന് ശാസ്ത്രജ്ഞർ തെറ്റിദ്ധരിച്ചിരുന്നു എങ്കിലും വിപുലമായ നിരീക്ഷണങ്ങൾക്കൊടുവിൽ ഇതൊരു സവിശേഷമായ ഗാലക്സിയാണെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു. പ്രപഞ്ചത്തിൽ നക്ഷത്രങ്ങളും ഗാലക്സികളും രൂപപ്പെടുന്നത് ഡാർക്ക് മാറ്ററിൻ്റെ അതിശക്തമായ ഗുരുത്വാകർഷണ വലയങ്ങളായ ഹാലോകൾക്കുള്ളിൽ വെച്ചായിരുന്നു എന്നായിരുന്നു ഇതുവരെയുള്ള പൊതുവായ സിദ്ധാന്തം. എന്നാൽ പ്രപഞ്ചത്തിൽ ഉണ്ടാകുന്ന അതിശക്തമായ ചില പ്രതിഭാസങ്ങൾ കാരണം ഇത്തരം ഡാർക്ക് മാറ്റർ ഹാലോകൾക്ക് പുറത്തും നക്ഷത്ര സമൂഹങ്ങൾ രൂപപ്പെടാമെന്ന് ഈ പുതിയ ഗാലക്സി വ്യൂഹം തെളിയിക്കുന്നു. ഡാർക്ക് മാറ്റർ എന്നത് കേവലം ഗുരുത്വാകർഷണ നിയമങ്ങളിൽ വരുത്തേണ്ട പ്രപഞ്ചമാറ്റമല്ല എന്നും മറിച്ച് സാധാരണ ദ്രവ്യത്തിൽ നിന്നും സ്വതന്ത്രമായി നിലനിൽക്കാനും പ്രവർത്തിക്കാനും ശേഷിയുള്ള ഭൗതിക പദാർത്ഥം തന്നെയാണെന്നുമുള്ള വാദത്തിന് ഈ കണ്ടെത്തൽ വലിയ ശക്തി പകർന്നു. ഈ 9 ഗാലക്സികൾ എങ്ങനെയാണ് ഡാർക്ക് മാറ്റർ ഇല്ലാതെ ഒരേ നേർരേഖയിൽ രൂപപ്പെട്ടത് എന്നതിന് കൃത്യമായ ഒരു സിദ്ധാന്തവും ശാസ്ത്രജ്ഞർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കോടാനുകോടി വർഷങ്ങൾക്ക് മുൻപ് ബഹിരാകാശത്തുണ്ടായ അതിശക്തമായ 2 ഗാലക്സികളുടെ കൂട്ടിയിടി ആയിരിക്കാം ഈ പ്രതിഭാസത്തിന് കാരണം. ഈ വൻ സ്ഫോടനത്തിൻ്റെ ആഘാതത്തിൽ ഭാരമേറിയ ഡാർക്ക് മാറ്ററിൽ നിന്നും സാധാരണ വാതകങ്ങൾ പൂർണ്ണമായി വേർപെടുത്തപ്പെട്ടു. ഇങ്ങനെ വേർപെട്ടു പോയ വാതകങ്ങൾ സ്ഫോടനത്തിൻ്റെ ദിശയിൽ ഒരു നേർരേഖയിലായി സഞ്ചരിക്കുകയും കാലക്രമേണ ഈ വാതകങ്ങൾ ഒത്തുചേർന്ന് ഡാർക്ക് മാറ്ററിൻ്റെ സാന്നിധ്യമില്ലാത്ത പുതിയ ഗാലക്സികളായി പരിണമിക്കുകയുമാണ് ചെയ്തത്. കലാകാരന്മാർ തയ്യാറാക്കിയ പ്രപഞ്ച ചിത്രങ്ങളിലൂടെ ഈ നേർരേഖാ വിന്യാസവും ഗാലക്സി രൂപീകരണവും ശാസ്ത്രലോകം കൂടുതൽ വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട്. പ്രപഞ്ചശാസ്ത്രത്തിലെ നിലവിലുള്ള പല മാതൃകകളെയും തിരുത്തിയെഴുതാൻ പ്രേരിപ്പിക്കുന്നതാണ് ഈ പുതിയ കണ്ടെത്തലുകൾ. ഈ പ്രതിഭാസത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ പഠിക്കുന്നതിനായി ശാസ്ത്രസംഘം തങ്ങളുടെ ഗവേഷണങ്ങൾ ഊർജിതമാക്കിയിരിക്കുകയാണ്. ഗാലക്സികളുടെ ഈ കൂട്ടിയിടി നടന്ന സമയത്ത് അവശേഷിച്ച വാതകാവശിഷ്ടങ്ങൾ ബഹിരാകാശത്ത് എവിടെയെങ്കിലും ബാക്കിയുണ്ടോ എന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അവർ. ഇതിനായി പുതുതായി സ്ഥാപിച്ച മോത്ര ഉൾപ്പെടെയുള്ള അത്യാധുനിക ടെലസ്കോപ്പുകളാണ് ശാസ്ത്രജ്ഞർ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഈ നിരീക്ഷണങ്ങൾ വിജയിക്കുകയാണെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ നിഗൂഢമായ ആദിമകാല വികാസത്തെക്കുറിച്ചും ഡാർക്ക് മാറ്ററിൻ്റെ യഥാർത്ഥ സ്വഭാവത്തെക്കുറിച്ചും വിപ്ലവകരമായ കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ മനുഷ്യന് ലഭ്യമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. വെബ് ഡെസ്ക് തത്വമയി TV.